കളിച്ചും രസിച്ചും തമാശിച്ചും ഇരുന്നാൽ ആഖിറം നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തി ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും നല്ല വ്യക്തി ആരാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചോ, ഒരുപാട് കാലം ജീവിക്കുകയും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്ത് എടുക്കുകയും ചെയ്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, ജനങ്ങളിലെ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവർ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടി, മാത്രമല്ല ആ ജീവിച്ച കാലം അത്രയും ഇബാദത്ത് എടുക്കാനും അവസരം കിട്ടി. നിസ്കാരം കറക്റ്റാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, വാപ്പ വല്യുപ്പ വല്യുമ്മ അവരൊക്കെ നിസ്കാരം ഒന്നുപോലും മുടക്കിയിട്ടില്ല ഉസ്താദെ, ഖുർആൻ എപ്പോഴും ഓതും. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ വെറുതെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്, കന്നുകാലികളുടെ ജീവിതം പോലെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വെറുതെ 40, 50, 60 വയസ്സുവരെ ഇങ്ങനെ ജീവിച്ചു എന്നല്ലാതെ നിസ്കാരങ്ങൾ ചിട്ടയില്ല. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിയായ വിധത്തിലല്ല, ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി ചെയ്യാൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി ആയിപ്പോയി. അപ്പൊ ഒന്നും അതിന്റെ കറക്റ്റായ വിധത്തിലാവുന്നില്ല എന്നർത്ഥം. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നല്ല സുഹൃതം ചെയ്ത് ജീവിക്കലാണ് ഖൈർ. അല്ലാഹു തൗഫീഖ് തരട്ടെ.